ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചമ്മീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഒരേ ഒരു തക്കാളി മതിയാവും. ആ തക്കാളി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ അളവിൽ മതിയെങ്കിൽ ആ ഒരു രീതിക്ക് മതിയാവും. വറ്റൽമുളകുമായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ ഒരു 7 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ല ആയതിൻ്റെ പേരിൽ ഒരു 4 എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അളവിൽ വേണം നമുക്ക് വെളുത്തുള്ളി അല്ലി ആവശ്യമായിട്ടുള്ളത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അതായത് ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഏകദേശം ഒരു 15ഓളം ചെറിയ ഉള്ളി. അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് കൂടുതൽ എടുത്തു കൊടുക്കുന്നത്. ഇനി നമ്മുടെ ചമ്മന്തിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കാൻ വേണ്ടി പാടില്ല. നല്ല കട്ടിയായിട്ടുള്ളൊരു ചമ്മന്തി ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഞാൻ പോയി ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിക്ക് വേണം നമ്മുടെ ചമ്മന്തി വേണ്ടത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മെയിനായിട്ടുള്ള താളിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. താളിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയം ഒരു 2-3 വറ്റൽമുളകും കൂടി. വറ്റൽമുളകിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കുന്നില്ല, പകരം നമ്മളിതിലേക്ക് താളിപ്പിന് വേണ്ടിയിട്ട് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമ്മൾ ഈ മല്ലിയില ചേർക്കുമ്പോൾ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കായപ്പൊടി സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ താളിപ്പൊന്നും ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലും വളരെ രുചികരമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ചമ്മന്തി തയ്യാറാക്കുന്നതിൽ നിന്നും ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ ആ ചെറിയൊരു വ്യത്യാസം നമ്മുടെ ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റേ പാടേ മാറ്റും. ഉറപ്പായിട്ട് ഇതുപോലൊരു ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.